നമ്മുടെ ലാസ്റ്റ് പൊതിച്ചോറിൽ ആ ഒരു പപ്പട ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ആട്ടാ ഇത്. എൻ്റെ ഫ്രണ്ട് ഡയോണിയുടെ അമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തോ. ഞാൻ നാളികേരമൊക്കെ വെച്ച് ചേർത്തിട്ട് പപ്പട ചമ്മന്തി മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല കേട്ടോ. 10-15 ചുവന്നുള്ളിയും ഒരു 8 മുതൽ 10 വരെയുള്ള വറ്റൽമുളകും കൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറുത്ത് കരിഞ്ഞ് വല്ലാണ്ട് മുരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇത് അതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം മാറ്റാം. വറ്റൽമുളകൊന്ന് പൊടിച്ചിടണമെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. പിന്നെ വാളംപുളി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചേർക്കാം. പക്ഷെ നല്ല പുളി വേണ്ടിയിട്ട് ചമ്മന്തിക്ക് അതൊന്ന് മിക്സായി കിട്ടുന്നുണ്ട്. ഞാൻ കഞ്ഞളാണ് ചേർക്കുന്നത്. ഇനി കഞ്ഞളല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അരച്ചെടുത്താലും മതി. 3 പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചമ്മന്തിയും ഈ പപ്പടം കൂട്ടിയിട്ട് നല്ല പോലെ ഉണ്ട് മിക്സാക്കുക. പപ്പടം 4-5 ഒക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ. അതിനനുസരിച്ച് പുളിയും ഉപ്പൊക്കെ ചേർക്കണം. ഞാൻ അതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പ് കുറവുണ്ടെന്ന് മനസ്സിലായത്. ഉപ്പും കൂടി ചേർത്തിളക്കിയാൽ നമ്മുടെ പപ്പട ചമ്മന്തി സെറ്റായി. ഇതാ കാണുന്ന പരിപ്പ് പുലർത്തിയതും ഈ പപ്പട ചമ്മന്തി മാത്രം മതിയിട്ടാണ്.